നമസ്കാരം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ CPM എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ നേതാക്കന്മാരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നല്ലത് പറയാൻ ഇടവരുത്തണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നിർഭാഗ്യവശാൽ ഒരിക്കൽ പോലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇപ്പോഴിത് പറയാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം, TP ചന്ദ്രശേഖരൻ വധം കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു സഖാവ് TP ചന്ദ്രശേഖരൻ്റേത്. 51 വെട്ടുകൾ ഒരു മനുഷ്യൻ്റെ മുഖത്ത് വെട്ടുക എന്ന് പറഞ്ഞാൽ ആ വെട്ടിയവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ജയിലിൽ കിടന്നുകൊണ്ട് തെമ്മാടിക്കൂട്ടങ്ങളായ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ കോടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള കൊലയാളികൾ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. പക്ഷേ കൊടിസുനിക്ക് ഇന്നലെ 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നു മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ. TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തി, അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി KK രമ എന്ന പഴയ സഖാവിനെയും അഭിഷേക് എന്ന പറക്കമുറ്റാത്ത മകനെയും അനാഥരാക്കിയ കാട്ടാളന്മാർക്കെന്തു മനുഷ്യത്വം! മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പിരിച്ചുവിട്ട് ആകാശത്തേക്ക് വെടിവെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ പറഞ്ഞാൽ ഇനി മനുഷ്യാവകാശ കമ്മീഷന് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അടുത്ത റെയ്ഡിന് വരരുത്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞു എന്നേ ഉള്ളൂ സഹികെട്ട്. അല്ല, ഇതിനകത്ത് നമ്മളിപ്പോൾ കാണേണ്ടത് എന്തിനാണ് P ജയരാജൻ ന്യായീകരിച്ചു വന്നതെന്നുള്ളതാണ്. P ജയരാജൻ ആരാണെന്ന് ആർക്കാണ് അറിയാത്തത്? P ജയരാജൻ എന്തിനു P ജയരാജൻ ആരാണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് അറിയാം. പക്ഷെ എങ്കിലും P ജയരാജൻ എന്തിന് ന്യായീകരിച്ചു വന്നു? ഇതിപ്പോൾ പരോള് പിന്നെ ശരിയോ തെറ്റോ അതൊരറ്റത്തൂടെ നടന്നോട്ടെ. പക്ഷെ P ജയരാജൻ എന്താണ് കയറി കൊള്ളാൻ കാരണം? P ജയരാജൻ എന്തുകൊണ്ടാണ് ഇതിലെത്ത് കയറി പിടിച്ചത്? കാരണം സുനി ഒരു പിന്നെ CPM കാരനാണെന്ന് അവർ പറയുന്നില്ല. അതിലെ പ്രതികളൊന്നും CPM കാരല്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്, CPM അല്ല TP യെ കൊന്നത്. പ്രതികൾക്ക് CPM ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് യാതൊരു CPM ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല CPM എന്നൊക്കെ പറയുന്ന പാർട്ടി ഈ പരോള് അനുവദിച്ചു എന്നതിനെ വിമർശിക്കുമ്പോൾ അതിൽ കയറി പിടിച്ചുകൊണ്ട് പരോൾ അനുഭവിച്ചാൽ എന്ത് കുഴപ്പം, അവനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ പറയാൻ ന്യായീകരിച്ച് പോസ്റ്റിടാൻ P ജയരാജനെ പ്രേരിപ്പിക്കുന്നത് എന്താ? അല്ല, പ്രേരിപ്പിക്കുന്നത് P ജയരാജൻ ആരാണെന്നൊക്കെ നമുക്കറിയാം. അനിൽ ഷുക്കൂർ എന്നൊരു ഒരു ചെറിയൊരു പയ്യനെ അവനെ കൊലപ്പെടുത്തിയ രീതിയൊക്കെ പലർക്കും അറിയാവുന്നതാണ്. ആ അനിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ P ജയരാജൻ ഇപ്പോഴും വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ P ജയരാജന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും കൂടുതലായിട്ടൊന്നും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോകും. അത് പിന്നെ അടുത്ത കേസിലേക്ക് പോകും. അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം P ജയരാജൻ ആരാണെന്നും P ജയരാജൻ എന്താണെന്നും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ TP യെ കൊന്നത് CPM തന്നെയാണ്, പ്രതികളെല്ലാം CPM കാരാണ്. കൊടിസുനി, 3ാം പ്രതിയായ കൊടിസുനി CPMന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവനാണെന്ന് പറയാതെ പറയുകയാണ് ഇപ്പൊ P ജയരാജൻ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ. പക്ഷേ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ എന്തിനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനെ പോലെയുള്ള ഒരു കമ്മീഷനൊക്കെ ഇവിടെ സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലായിരുന്നല്ലോ. എന്തിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ, ലോകായുക്ത, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ ഇതൊക്കെ വെക്കുന്നത്? മനുഷ്യാവകാശം ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ടി കൊലപ്പെടുത്തിയ കള്ളക്കാട്ടാളനെ അവന് വേണ്ടിയിട്ട് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നു. എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് ജയിൽ DGP ആണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അയാളെ പേരുന്ന ബൽറാം കുമാർ ഉപാധ്യായ അല്ലേ? അനുവദിച്ചിരിക്കുന്നത്. അതൊരിക്കലും ജയിൽ DGPയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഭരിക്കുന്നവന്മാരെയൊക്കെ നമുക്കറിയാമല്ലോ, അവന്റെയൊക്കെ സ്വഭാവം എന്താണെന്നും അവനൊക്കെ ആരാണെന്നും നമുക്കറിയാമല്ലോ. അപ്പൊ പിന്നെ ഇതല്ല, ഇതിന്റെ അപ്പുറവും ഇതിനകത്ത് ഈ ജയിലുകാര് ഇതിനെ രഹസ്യമായിട്ട് വെക്കാനാണ് നോക്കിയത്. ഈ ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ പിന്നെ ഇയാളെ പരോൾ സംഭവം പുറത്തറിയരുത്, പരോളിന് വിടുന്ന കാര്യം വിടുന്നതിന് മുമ്പ് പുറത്തു വന്നു കഴിഞ്ഞാൽ വിടാൻ പറ്റാതെ ആയി പോകും. അപ്പം വിടുന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഉത്തരവ് വന്ന കാര്യവും പിന്നെ വിട്ടതിന് ശേഷവും ഇതെല്ലാം രഹസ്യമാക്കി വയ്ക്കാനാണ് ജയിലധികാരി ശ്രമിച്ചത്. എന്തിനാണ്? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത്. എന്തിനാണ് അങ്ങനെ അതിന് ഒളിച്ചു വെച്ചത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൊടുക്കണം എന്നത് മുകളിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശമുള്ളത് കൊണ്ട് നടത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് പോലീസ് അല്ലെ ജയിലധികൃതർ അതിനെ ഒളിച്ചു വെച്ചതാണ്.
പിന്നെ പുറത്തു വന്നതിന് ശേഷം എങ്ങനെയോ ചില പ്രാദേശിക മാധ്യമങ്ങൾ അറിഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇയാൾക്ക് പിന്നെ പരോൾ കിട്ടിയെന്നും ജയിലിൽ നിന്ന് ഇറങ്ങി എന്നുള്ള വാർത്ത വരുന്നത്. പക്ഷെ അതൊന്ന്. രണ്ട്, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യം സുമേഷ് പറഞ്ഞല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു അമ്മയുടെ അപേക്ഷ, എൻ്റെ മകനെ ജയിലിലിട്ടിരിക്കുന്നു, അവൻ തടവുകാരനാണെങ്കിലും അവനും അവകാശമില്ലേ, അവൻ 5 വർഷത്തിലധികമായിട്ട് അവന് പരോൾ അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് പരോൾ കിട്ടാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ദയവുണ്ടാവണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു. അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ അപേക്ഷ കൊടുക്കാം. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കേണ്ടത് ഈ അമ്മയുടെ ഒരു പിന്നെ വൈകാരികമായ ഒരു കാര്യം മാത്രമല്ല മനുഷ്യാവകാശം എടുക്കേണ്ടത്. നിയമം, അതായത് പോലീസിന് റിപ്പോർട്ട്, കൃത്യമായിട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു, ഒരു കാരണവശാലും പരോൾ കൊടുക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും ഈ പോലീസ് തന്ത്രമായിരിക്കും, കളിയായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പോലീസിന്റെ റിപ്പോർട്ട്, മനുഷ്യാവകാശ കമ്മീഷന് കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത് കൊടുക്കാൻ പറ്റില്ല, ഇവൻ ആള് മഹാകുഴപ്പക്കാരനാണ്, ജയിലിൽ കിടന്നുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥന്മാരെ തല്ലിയവനാണ്, എന്നിട്ട് അവിടെയുള്ള മറ്റ് തടവുകാരനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജയിലിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, അതുകൊണ്ട് അവനെ ജയിലിൽ നിന്നും വളരെ സുരക്ഷിതമായ വിയൂർ ജയിലിൽ നിന്നും പിന്നെ തവന്നൂർ ജയിലിലേക്ക് മാറ്റിയതാണ്, അത്ര പിന്നെ അപകടകാരിയാണ് ഇയാൾ, അതുകൊണ്ട് ഇയാളെ പിന്നെ പുറത്ത് വിടരുത്, ഇത് കൊടുക്കരുത്, പരോൾ കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ശക്തിയായിട്ട് കൂടുതൽ ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തും, കൊട്ടേഷൻ നടത്തും എന്നൊക്കെ കാണാം. അല്ല, അതല്ലേ പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ മറ്റേ അമ്മയുടെ അപേക്ഷ എടുത്തു, പരിഗണിച്ചു, അവരുടെ വൈകാരികമായ ഒരു സങ്കടം, ഒരു അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ ഒരു പക്ഷേ മകൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലോ. ആയിക്കോട്ടെ, എന്നാലും ഒരു അമ്മയ്ക്ക് മകൻ തന്നെയാണല്ലോ, കാക്കയ്ക്കും തൻകുഞ്ഞു പൊങ്കുഞ്ഞു പോലെ. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ അത് എടുക്കാം. അല്ല, അമ്മയ്ക്ക് ജയിലിൽ ചെന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇവനെ പോലുള്ള ക്രിമിനൽ ഇനിയിപ്പോ 30 ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ഇനി എത്ര കൊലപാതകങ്ങൾ ഇനി ഇതിനുള്ളിൽ നടക്കാം, അല്ലെങ്കിൽ ഇതിന് ശേഷം നടക്കാം. കാരണം ആസൂത്രണം ചെയ്തിട്ട് വേണം. ജയിലിൽ ഇരുന്നുകൊണ്ട് കൊട്ടേഷൻ നടത്തിയ ആളാണ്. പുറത്തിറങ്ങി ആസൂത്രണം ചെയ്ത് വെച്ചിട്ടായിരിക്കാം പോകുന്നത്. അല്ല, കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യത്തോടെ അല്ലാതെ കൊടിസുനിയെ പരോളിൽ ഇറക്കില്ല. പരോളിൽ ഇറങ്ങിയതല്ല, ഇറക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള അതിന്റെ എന്താണ് അതിന്റെ ലക്ഷ്യമെന്നൊക്കെ കൊടിസുനി പരോളിൽ ഇറങ്ങിയതിന്റെ ഒരു എന്താ അതിന്റെ മറ്റു വശം എന്താണെന്നുള്ള കാര്യം ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിഞ്ഞേക്കും. ഒരു കഷ്ടമാണ് കേട്ടോ, ഒരു കഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ഈ നാട്ടിലെ കോടതികളെ പോലും വിശ്വാസമില്ല, കോടതികളെ പോലും വിശ്വാസമില്ല. അതുപോലെ ലാവ്ലിൻ കേസ് 1048 തവണയായിട്ട് നീട്ടി വെക്കുന്നു. എന്താണ് ഇത്? മനസ്സിലാകുന്നില്ല. ഇതെന്ത് ഈ സാധാരണക്കാരായി നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ? ഇവനൊന്നും ഇത് ബാധകമല്ലേ? ഇവനൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ നേതാക്കന്മാര്? അവര് ജയിലിൽ കിടക്കുന്നത് പിന്നെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജയിലിൽ കിടപ്പല്ലേ ഉള്ള, വേറെ ജയിലിലൊന്നും അല്ലല്ലോ വരുന്നില്ല. വശം പിടിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ ഈ നാട്ടിൽ എത്ര പാവങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നു ഇപ്പോഴും. ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ ഗുണമാണ് ഈ നാറിയ പഴന്തുണി പോലെ മുഷിഞ്ഞു നാറുന്ന ഈ ഒരു പഴകിയ പ്രത്യയ ശാസ്ത്രം കൊണ്ട് ഈ നാടിനുണ്ടായത്. കൊടിസുനിക്ക് പരോൾ, വിസ്മയ വധക്കേസിലെ കിരണിനും 1 മാസത്തെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഉത്തരവധ കേസിലെ മറ്റേ അവന്റെ എന്താണ് സൂരജ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് കൊണ്ട് കേസ് എടുത്തിട്ടുണ്ട്. പൂജപ്പുര പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിന്റെ പേരിലാണ് അവരത് പരിശോധിച്ച് കേസെടുക്കാനുള്ള ഇതൊക്കെ വരുത്തിയത്. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞു നോക്കുക, ഈ അരിൽ ഷുക്കൂറിനെയൊക്കെ കൊലപ്പെടുത്തിയ രീതികളൊക്കെ അന്ന് നമ്മൾ പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട്. അതായത് ചവിട്ടി താഴെയിട്ട് കണ്ണിന്റെ പോളയിൽ ഒരു കാട്ടാളൻ ഉപ്പുറ്റി കൊണ്ട് ചവിട്ടി. ഇവനൊക്കെ മനുഷ്യനാണോ ഇവനൊക്കെ? ഇവനെയൊക്കെ കുറിച്ച് പറയുമ്പോ പറയണ്ട, ഈ നാറികളെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചാലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാട്ടുമൃഗം ആന ചവിട്ടി കൊല്ലണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ആനയ്ക്ക് കാട്ടുമൃഗം ആയതുകൊണ്ട് അതിന് ബോധമില്ല, അതിന് മനുഷ്യൻ എങ്ങനെ ആവാമോ എന്നുള്ളതാണ് കഷ്ടം തന്നെ. അതുപോട്ടെ, എന്തായാലും ഈ പരോളിന്റെ കാര്യത്തിൽ ഒരു തടവുകാരന് പരോള് കിട്ടാനുള്ള അവകാശമുണ്ട്, അവന് റൈറ്റ്സ് ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് പരിഗണിച്ചില്ല? പോലീസിന് ഇവിടെ എന്ത് വിലയാണുള്ളത്? പോലീസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പിണികളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആർജവത്തോടുകൂടി അന്തസ്സോടുകൂടി സ്വയം ശപിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന
പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ട് മിണ്ടാതെ നിന്ന കാരണം റിപ്പോർട്ട് കൊടുത്തിട്ടും കാര്യമില്ല, ചെയ്യാനുള്ളത് അവർ ചെയ്യുമെന്നറിയാം. എങ്കിലും പോലീസിനെ പിന്നെ പഴിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവര് കൃത്യമായിട്ടും. അല്ല, ഈ ജയിൽ DGPക്ക് ഇങ്ങനെ ഒരു എന്തിനാണ് ഇവരൊക്കെ ഇത്ര പഠിച്ചത്? സിവിൽ സർവീസ് ഒക്കെ എടുത്തത് എന്തിനാണ്? പക്ഷെ ഒരു ഭരണകൂടം മൊത്തം തകർന്നു, നാട് തകർന്നു, വ്യവസായം തകർന്നു, പിന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം തകർന്നു, ആരോഗ്യരംഗം തകർന്നു, വിദ്യാഭ്യാസ രംഗം തകർന്നു, ഗതാഗത രംഗം തകർന്നു, പൊതുനിരത്തുകൾ തകർന്നു. ഇനി ഇവിടെ തകരാനൊന്നുമില്ല. തകരാൻ ഇനി പിണറായി വിജയന്റെ മറ്റേ ഇമേജ് മാത്രമുണ്ട്. ബാക്കിയുള്ളത് അതും തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ്. എന്നാൽ പോലും ഇനിയിപ്പോൾ ഇവിടെ ഇനി ഒന്നുമില്ല തകരാൻ. ഇനി ഇവിടെ എന്താണ് തകരാനുള്ളത്? സകല സാധനങ്ങളും സകല കാര്യങ്ങളും കേരളത്തിൽ തകർന്ന് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ സാറിന്റെ പിന്നെ 8 കൊല്ലത്തെ 8-9 കൊല്ലത്തെ ഭരണം. അപ്പൊ ഇതൊരു കീഴ്വഴക്കമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കൊടിസുനിക്ക് പരോൾ അനുവദിച്ചു, അതുകൊണ്ട് എന്തുകൊണ്ട് അണ്ണൻ സിജിത്തിന് അനുവദിക്കില്ല? അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിയാണല്ലോ അണ്ണൻ സിജിത്ത്. ട്രൗസർ മനോജ്, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, രജീഷ്, ഇവരൊക്കെ പ്രതികളാണല്ലോ. അതുപോലെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുണ്ടല്ലോ, പീതാംബരനും വെച്ചും, അവന്മാർക്ക് ജാമ്യം കിട്ടും. അതുപോലെ ഈ CPM കൊലയാളികൾക്കും CPM എന്ന നശിച്ച പ്രസ്ഥാനത്തിനും വേണ്ടപ്പെട്ട എല്ലാവന്മാർക്കും ജാമ്യം കൊടുക്കും. കഷ്ടമാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന അവസ്ഥ. വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു കോടതികളൊക്കെ ഇങ്ങനെ നോക്കുകുത്തി ആയിട്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നതിനേക്കാളും സാറന്മാരെ നിങ്ങൾ രാജിവെച്ച് പോ. വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ജീവിക്കുക. എന്തിനാണ് ഞങ്ങളെ ശിക്ഷിക്കാൻ മാത്രം നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? ഞങ്ങളുടെ നികുതി പണം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന നികുതി പണവും പിഴയും കൊണ്ട് ഉണ്ടുറങ്ങി മൃഷ്ടാന ഭോജനം കൊണ്ട് ഇന്നോവ ക്രിസ്റ്റയിൽ ആസ്ഥാനം താങ്ങി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് എസ്കോർട്ടോട് ജീവിക്കാൻ നാണം തോന്നുന്നില്ലേ സാറേ? പാവപ്പെട്ടവന്റെ വേർപ്പല്ലേ നക്കി ജീവിക്കുന്നത് എങ്ങനെ? എന്തിനാണ് നിങ്ങൾ ഈ കൊടിസുനി പോലെയുള്ള എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട. പക്ഷേ ഈ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്കൊക്കെ എന്ത് വില, രോമത്തിന്റെ വില പോലും ഇല്ലെന്നേ. ജനങ്ങൾക്ക് സാധാരണക്കാരായ പണിയെടുത്ത് ജീവിക്കുന്ന നികുതി എടുക്കൽ വോട്ടുകുത്തൽ യന്ത്രങ്ങളായ സാധാരണക്കാരായ മനുഷ്യന് ഇവിടെ രോമത്തിന്റെ വില പോലും ഇല്ല എന്നുള്ളതാണ്. കഷ്ടമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കുക. കാരണം ഇനി ഒരു 1.5 കൊല്ലത്തെ സാറിന്റെ ഭരണം കൂടെ കൊണ്ട് തകരാനുള്ളതും കൂടെ തകർന്ന് ഒലിച്ചു പോകുന്നത് കാണാം. അന്ന് ഈ പറയുന്ന എല്ലാം കണ്ട് അന്തം വിട്ടിരിക്കണം. ഇനി അവൻ പറയട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവൻ നല്ലത് പറഞ്ഞു, അത് ചെയ്തു, അവൻ ചങ്കൂറ്റവളവൻ, അവൻ മറ്റവൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഉണ്ടാക്കാനല്ലാതെ ഈ പറയുന്ന മരക്കഴുതകളായ പൊതുജനങ്ങൾക്ക് വേറെ എന്ത് കഴിയും? എല്ലാവർക്കും അവനവന്റെ കാര്യം. എന്തെങ്കിലും ഒരു പൊതുവിഷയം വന്നിട്ട് നമ്മൾ ഒരു ബൈറ്റ് എടുക്കാൻ ചെന്നാൽ പോലും അയ്യോ ഞങ്ങൾക്ക് പേടി, ഞങ്ങൾ അവന്മാരെ പറ്റി. ഇങ്ങനെ പ്രതികരണ ശേഷി ഇല്ലാത്ത പരമനാറികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ കിടന്ന് ഇവിടെ ഇത്തരത്തിൽ ഇവന്മാർ അഴിഞ്ഞാടുന്നത്. പ്രതികരിക്കണം. എന്തിനാ 100 വർഷം പിണറായി വിജയനായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഒരു ദിവസം സുമേഷായിട്ട് ജീവിച്ചാൽ മതി. അല്ല, ഞാൻ അങ്ങനെ കരുതുന്നത്. എന്തിനാണ് 100 വർഷം ഈ നാട്ടുകാരുടെ രാക്കും കേട്ട് എന്തിനിങ്ങനെ ജീവിക്കണം? ജനങ്ങൾ ചിന്തിക്കട്ടെ. അല്ലാതെ എന്ത് ചെയ്യാൻ? ഇനിയിപ്പം ഇടത് വന്നാലും വലത് വന്നാലും ഒന്നുമില്ല, ഈ ജന്മം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ.